ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും വിഷു പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ അമ്മയും കൂടി പെട്ടെന്നൊരു പ്ലാൻ ചെയ്തതാണ്, നമുക്കൊന്ന് ബീച്ചിലോട്ട് പോയാലോ എന്ന്. അങ്ങനെ നേരെ ഞങ്ങൾ മന്നലാങ്കൊന്ന് ബീച്ചിലോട്ട് വിട്ടു കേട്ടോ. അടിപൊളി വൈബായിരുന്നു അവിടെ. കുട്ടികളൊക്കെ ഇവിടെ നിന്ന് ആർമാദിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ഫാമിലിയാണ് വന്നിരിക്കുന്നത്. വിഷു അതുപോലെ പെരുന്നാളൊക്കെ അടുത്തടുത്തായതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് യാതൊരു കുറവുമില്ല. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കടലിൻ്റെ കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട് നിന്നു. അപ്പം അതിനുശേഷം ഞങ്ങൾ കാർണിവലിൻ്റെ അടുത്തേക്ക് പോകാൻ നിന്നു. അപ്പോഴാണ് ഈ അംഗങ്ങളൊക്കെ കണ്ടത് കേട്ടോ. ഇതുപോലെ വേസ്റ്റ് ഇട്ട് പോകുന്നവരോടാണ് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ ബീച്ച് പോലുള്ള സ്ഥലങ്ങളൊന്നും വൃത്തികേടാക്കി ഇടരുത്, ഇതുപോലെ വേസ്റ്റ് വാരിയിട്ടിട്ട്. അതിനുശേഷം ഞാൻ അമ്മയും കൂടി ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഞാനിന്ന് സ്ട്രോബെറി ജ്യൂസ് കുടിക്കാൻ തിരക്കി നിൽക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ചോളം വാങ്ങിയപ്പോൾ ഞാൻ അമ്മയും കൂടി ചോളമൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കാർണിവൽ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലൊക്കെ കയറണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ സ്വന്തം റിസ്ക് എടുത്തിട്ട് കയറേണ്ടി വരും കേട്ടോ. കുറച്ച് റിസ്ക് ഉള്ള ഒരു സംഭവമാണ് ഈ കാർണിവൽ എന്നൊക്കെ പറയണത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ ഗാനമേളയൊക്കെ കണ്ടിരുന്നു കേട്ടോ. ഗാനമേളയൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ച് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.